സോ ഗൈസ് എല്ലാവർക്കും വീഡിയോ റിവ്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ റിവ്യൂ എന്ന് വേറൊന്നുമല്ല, വിച്ചറിന്റെ സീസൺ 4 8ാമത്തെ എപ്പിസോഡിന് ശേഷം, അതായത് സീസൺ 4 തീർന്നു കഴിഞ്ഞിട്ട് അവർ നെറ്റ്ഫ്ലിക്സ് സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മൂവി ഇറക്കിയിട്ടുണ്ടായിരുന്നു. 1.5 മണിക്കൂറിന്റെ ഒരു സിനിമ അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതായത് റാറ്റ്സ് എ ടെയിൽ ഓഫ് വിച്ചർ എന്ന് പറഞ്ഞിട്ട് അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, അതായത് നമ്മുടെ സീറി ഇപ്പോൾ റാറ്റ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിന്റെ കൂടെയാണ്. സോ ആ ഒരു റാറ്റ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിന്റെ ബാക്ക് സ്റ്റോറിയാണ് കാണിക്കുന്നത്. അവരും ആ ഒരു ലിയോ ബോൺഹാർട്ടും തമ്മിൽ നേരത്തെ കണ്ടിട്ടുണ്ടെന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇവന്റിനെയാണ് അവരെടുത്ത് കാണിച്ചേക്കുന്നത് മെയിനായിട്ട്. എനിക്ക് ഈ ഒരു പടം അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. അവർ നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. കാര്യം എനിക്ക് തോന്നിയത് ഇവർ ആ ഒരു എപ്പിസോഡിന് അവസാനം ഇത് ഇറക്കാതെ ആദ്യമേ ഇത് ഇറക്കുമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു എപ്പിസോഡായിട്ട് നേരത്തെ ഇത് കാണിക്കുമായിരുന്നെങ്കിൽ വിച്ചർ സീസൺ 4 ആ റാറ്റ്സ് എന്ന് പറഞ്ഞ ആൾക്കാർ ആ ഒരു ഗ്യാങ്ങിനെ കാണിക്കുമ്പോൾ അവരോട് ഇച്ചിരിയും കൂടി ഒരു ഇന്റിമസി തോന്നിയാണ്, നമുക്ക് ഒരു അടുപ്പം തോന്നിയാണ്. ഒരു സീസൺ 4 കണ്ടപ്പോൾ എനിക്ക് ആ റാറ്റ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിനെ അത്രയ്ക്കൊന്നും അങ്ങ് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ഒരു ആവറേജ് രീതിയിലായിരുന്നു പോയത്. എന്നാൽ ഈ ഒരു സിനിമ കണ്ടപ്പം അവരോടൊരു അറ്റാച്ച്മെന്റ് തോന്നി. കാര്യം അവരൊരു ഫീല് നമുക്ക് തോന്നും. മാത്രമല്ല, ലിയോ ബോൺഹാർട്ട് എന്ന് പറഞ്ഞ ക്യാരക്ടർ, ലിയോ ബോൺഹാർട്ട് എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടർ ഒരു വില്ലൻ ക്യാരക്ടറാണ്, നെഗറ്റീവ് റോളായിട്ടാണ് ആ ഒരു ക്യാരക്ടറിനെ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ക്യാരക്ടറിന് അത്യാവശ്യം നല്ല രീതിയിൽ ബിൽഡപ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു മൂവിക്കകത്ത് കൊടുത്തിട്ടുണ്ട്. സിനിമയ്ക്കകത്ത് അത്ര വലിയ സെറ്റപ്പ് ആയിട്ടില്ലെങ്കിലും മൂവിക്കകത്ത് അത്യാവശ്യം നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. വിച്ചറിന്റെ സീസൺ 4 നിങ്ങൾ കണ്ടു തീർത്താണെങ്കിൽ ഈ ഒരു മൂവിയും കൂടെ കാണണം. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. 1.5 മണിക്കൂറിന്റെ കാര്യമുള്ളൂ. കണ്ടു നോക്ക്. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്നുള്ള കാര്യങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യും. എനിക്ക് സത്യം പറഞ്ഞാൽ സീസൺ 4 എനിക്ക് ഈ ഒരു മൂവി ബെറ്റർ ആയിട്ട് തോന്നി. ഗെറാൾട്ടോ ജെനിഫറോ ആരും ഇല്ല. ജസ്റ്റ് ഈ റാറ്റ്സ് എന്ന് പറഞ്ഞ ഈ ഒരു ഗ്യാങ്സ് ആയ ഒരു പിള്ളേരുടെ സ്റ്റോറി മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. കണ്ടുമൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുക. അപ്പം വീഡിയോ കണ്ടതിന് നന്ദി. മറ്റൊരു വീഡിയോ വീണ്ടും. അവസാനമായിട്ട് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അതായത് ഇതൊരു മസ്റ്റ് വാച്ച് ഐറ്റം ഒന്നും അല്ല. ഇത് കണ്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് കണ്ടാലേ ഇനി സീസൺ 5 കാണാൻ പറ്റുള്ളൂ, കണ്ടിന്യൂഷൻ നഷ്ടപ്പെടും, അങ്ങനെയൊന്നും ഇല്ല. ഇത് വേണേൽ കണ്ടാൽ മാത്രം മതി. വിച്ചർ വേൾഡ് ഇഷ്ടമുള്ളവർക്ക് ഇത് ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാം, അത്ര മാത്രമേ ഉള്ളൂ.